ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാചായതേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 79ാമത്തെ ശ്ലോകം. അത് ഭഗവതിയുടെ മധ്യഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. നിസർഗക്ഷീണസ്യ സ്തനദടഭരേണ ക്ലമജുഷോ നമന്മൂർത്തിർനാരീ തിലകശനകൈസ്തൃഡ്യത ഇവ ചിരം ദേ മധ്യസ്യ സ്ത്രുഡിതതടിനീ ധീരതരുണ സമാവസ്ഥാസ്ഥേർനോ ഭവതു കുശലം ശൈലതനേ. നിസർഗക്ഷീണസ്യ സ്തനദടഭരേണ ക്ലമജുഷഃ നമന്മൂർത്തേർനാരീ തിലക ശനൈകസ്തൃഡ്യത ഇവ ചിരം തേ മധ്യസ്യ സ്ത്രുഡിതതടനീ ധീരതരുണ സമാവസ്ഥാഃ ധേർനോ ഭവതു കുശലം ശൈലതനേ. സമാവസ്ഥാസ്തേമ്നോ ഭവതു കുശലം ശൈലതനേ. ഹേ നാരീതിലകമായ ശൈലതനേ, അല്ലയോ സുന്ദരീരത്നമായ പർവ്വതപുത്രി, നിസർഗക്ഷീണസ്യ സ്വാഭാവികമായി തന്നെ ക്ഷീണിച്ചതും സ്തനതടഭരേണ കുജങ്ങളുടെ ഭാരത്താൽ ക്ലമജുഷ തളർച്ചയോടുകൂടിയതും നമ്നമൂർത്തെ കുനിഞ്ഞ ആകൃതിയോടുകൂടി, കുറച്ചായിട്ട് സ്തനഭാരത്ത് കാരണം അമ്മ കുറച്ച് കുനിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു, കൂടിയതും ശനേകി പതുക്കെ തൃഡ്യത ഇവ പൊട്ടുവാൻ പോകുന്നതോ എന്ന് തോന്നുമാറിയിരിക്കുന്നതും തൃഡിതതടനീ തീരതരുണ ഇടിഞ്ഞ പുഴക്കരയിൽ നിൽക്കുന്ന വൃക്ഷത്തോട് സമാവസ്ഥാസ്തേമ്ന സദൃശ്യമായ സ്ഥിരാവസ്ഥയോടു കൂടിയതുമായ തേ നിന്തിരുവടിയുടെ മധ്യപ്രദേശത്തിന് ചിരം വളരെ കാലത്തേക്ക് കുശലം ക്ഷേമം ഭവിക്കട്ടെ എന്ന് പറയുകയാണ് ശങ്കരാചാര്യർ. എന്നാൽ ആ നദീതീരത്ത് ഒരു വൃക്ഷം, ഇടിഞ്ഞ തീരത്തിലുള്ള മണ്ണുകളെല്ലാം നദിയിലേക്ക് ഇടിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് നല്ല ഇതായിട്ട് നല്ല ഉറപ്പോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴും വീണു പോവോ പൊട്ടിപ്പോവോ എന്ന് തോന്നുമാറ് എന്നാണ് അതിൻ്റെ വ്യംഗ്യം. അല്ലയോ സ്ത്രീരത്ന തിലകമായ പാർവതീദേവി, സ്വഭാവേന അതികൃശമായിട്ടുള്ളതും വിശേഷിച്ച് കുജഭാരത്താൽ തളർന്നതും കുമ്പിട്ട ആകൃതിയോട് കൂടിയത്. അമ്മ കുജഭാരം കൊണ്ട് കുറച്ച് കുനിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് ആ കുജഭാരം കൊണ്ട് തന്നെ തളർന്നിട്ടുണ്ട്. പതുക്കെ ഒടിയുവാൻ ഭാവിക്കുന്നത്, അതാണ് ആ വൃക്ഷത്തെ പറ്റി പറയാം. പതുക്കെ ഒടിയുവാൻ ഭാവിക്കുന്നതോ എന്ന് തോന്നുമാറിയിരിക്കുന്നതും കരയിടിഞ്ഞ നദീതടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോട് സദൃശ്യമായത്. അതാ പറയാൻ കാരണം, പെട്ടെന്ന് ഇതിപ്പോൾ ഒടിഞ്ഞു വീണു പോവോ ആ വൃക്ഷം എന്ന് തോന്നുമാറ്. കാരണം എന്താ, അമ്മയുടെ മധ്യഭാഗം അത്ര കൃശമായിട്ടുള്ളതാണ്, പൊട്ടിപ്പോവോ എന്ന് തോന്നുമാറ് എന്ന് അവിടെ നമുക്ക് വ്യംഗ്യം. വൃക്ഷത്തോട് സദൃശമായ ഉറപ്പോടു കൂടിയതുമായ നിന്തിരുവഴിയുടെ മധ്യപ്രദേശത്തിന് അരക്കെട്ടിന് വളരെ കാലത്തേക്ക് ക്ഷേമം ഭവിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ്, ശങ്കരാചാര്യർ പറയുകയാണ്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമ. മഹാദേവ്യേ സമർപ്പയാമി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.